ഒരു കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്നു തെന്നിന്ത്യൻ താരം നമിത. സിനിമയിലെത്തിയ നാൾ മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടിയാണ് നമിത. മലയാളത്തിലും താരം നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിൽ നിന്നും ഒഴിവായി തന്റെ കുടുംബത്തിനൊപ്പം ജീവിക്കുകയാണ് നമിത. നമിതയ്ക്കെതിരെ നിരവധി ഗോസിപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കൂടെ അഭിനയിച്ച സഹതാരങ്ങളുടെയും നമിതയുടെയും പേര് ചേർത്ത് നിരവധി ഗോസിപ്പുകളാണ് ഉയർന്നു വന്നത്. എന്നാൽ അതൊന്നും നടി കാര്യമാക്കി എടുത്തില്ല. ഗ്ലാമർ വേഷങ്ങളിലെത്തി പ്രേക്ഷകരെ രസിപ്പിച്ച താരം വിവാഹശേഷം സിനിമയിൽ അത്ര സജീവമല്ല. സിനിമയിൽ നിന്ന് താരം വിട്ടുനിൽക്കുകയാണെങ്കിലും തന്റെ വിശേഷങ്ങളെല്ലാം താരം മുടങ്ങാതെ ആരാധകരുമായി പങ്കുവെക്കുന്നുമുണ്ട്. സിനിമയിൽ താൻ കൂടുതലും ഗ്ലാമർ വേഷത്തിൽ എത്തിയതിന്റെ കാരണം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നായികയായാണ് ആദ്യം സിനിമയിൽ എത്തിയത്. എന്നാൽ അതിനുശേഷം ഗ്ലാമർ വേഷങ്ങൾ വന്നപ്പോൾ അവ സ്വീകരിക്കാതിരുന്നില്ല. എല്ലാ നടിമാരും ഗ്ലാമർ വേഷം ചെയ്യണം എന്ന കടുത്ത ആഗ്രഹം കൊണ്ടൊന്നും സിനിമയിൽ വരുന്നവർ അല്ല. അവർ അങ്ങനെയായി പോകുന്നതാണ്. ആദ്യം ഞാൻ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രേക്ഷക ശ്രദ്ധ എനിക്ക് കൂടുതലായി ലഭിച്ചപ്പോഴാണ് വീണ്ടും അതേ വേഷങ്ങളിൽ എത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. പ്രേക്ഷകർ സ്വീകരിക്കുമെങ്കിൽ ഗ്ലാമർ കാണിക്കാൻ ഞാൻ ഇനിയും ഒരുക്കമാണെന്നാണ് നമിത പറയുന്നത്. കൂടാതെ സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും നമിത തുറന്നു പറഞ്ഞു. തനിക്ക് ഇതുവരെ കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നിട്ടില്ലെന്നാണ് താരം പറയുന്നത്. അടുത്ത കാലത്തായി കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് കാസ്റ്റിംഗ് കൗച്ച്. പെൺകുട്ടികളാണ് കൂടുതലും ഇതിനെപ്പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ഇത്തരം കാസ്റ്റിംഗ് കൗച്ചിന് വലിയ രീതിയിൽ ഇരയാകാറുണ്ട്. എന്നാൽ പലരും സിനിമയിലെ അവസരങ്ങൾ കൊതിച്ച് അതൊന്നും തുറന്നു പറയാത്തതാണ്. ഇപ്പോൾ കാലം മാറി. തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് പല പെൺകുട്ടികളും രംഗത്ത് വരാറുണ്ട്. എന്നാൽ ആൺകുട്ടികൾക്ക് ഇന്നും അതിന് നാണക്കേടാണ്. കാരണം ഒരു പുരുഷനായിട്ട് കൂടി തങ്ങളും ഇതിന് ഇരയായിട്ടുണ്ടെന്ന് പുറംലോകം അറിയുന്നതിന്റെ നാണക്കേടാകാം അതിന്റെ കാരണം.